വഖാലു ഇത്തഖദ റഹ്മാനു വലദ, പരമകാരുണികൻ ഒരു പുത്രനെ സ്വീകരിച്ചു എന്ന് തന്നെ അവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ ആ പറഞ്ഞത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അള്ളാഹുവിനൊരു പുത്രനുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു സൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശങ്ങൾ പിളരാൻ മാത്രം ഗൗരവമേറിയത്, ഭൂമി പൊട്ടിത്തുണ്ടമാകാൻ മാത്രം ഗൗരവമേറിയത്, പർവ്വതങ്ങൾ പൊടിയായി തകർന്നു പോകാൻ മാത്രം ഗൗരവമുള്ള വചനമാണ് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നത്. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്ന വാദം അള്ളാഹു എത്രമാത്രം വെറുക്കുന്ന ഒരു തിന്മയാണ്. എന്നിട്ടൊരു നാണമില്ലാതെ നമ്മുടെ മുസ്ലിങ്ങൾ, വലിയ വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇവരൊക്കെ ഈസാ നബി ജനിച്ച ദിവസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം വന്നാൽ അന്ന് സ്കൂളിലും കോളേജിലും പ്രത്യേക പരിപാടി, നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ പോകും, പിരിവ് കൊടുക്കും. എന്താണ് ശിർക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരു ഇസ്ലാമിക വ്യക്തിത്വം പാലിക്കാൻ നമ്മുടെ ഉമ്മത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഫസ്തഖിം കമാ ഉമിർത, നിനക്ക് എങ്ങനെയാണോ കൽപ്പന കിട്ടിയത് അതേപോലെ നിലകൊള്ളണം. ഖുർആൻ പറയാണ്, പിന്നെ വീണ്ടും വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുൻ നാർ, ശിർക്ക് ചെയ്യുന്നവരോട് ചായ്വ് കാണിക്കരുത്, നരകം നിന്നെ സ്പർശിക്കും. ഇന്ന് ശിർക്കിന്റെ ഉത്സവങ്ങളും ഉണ്ടാകുമ്പോൾ തൗഹീദിന്റെ വക്താക്കളും അറിഞ്ഞും അറിയാതെയും അതിൽ പങ്കെടുക്കും. ഒരുപക്ഷേ അതിന്റെ ആരാധനകൾ അവർ നടത്തുന്നില്ലെങ്കിലും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആസ്വദിക്കുന്നു, അവർ അനുഭവിക്കുന്നു. ശിർക്കിന്റെ എഴുന്നള്ളത്തുകൾ, പെട്ടിവരവുകൾ, ഘോഷയാത്രകൾ, ശോഭയാത്രകൾ, ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാണാനും അത് പങ്കെടുക്കാനും അത് സഹകരിക്കാനും അത് ആസ്വദിക്കാനും ആ ശിർക്കിന്റെ എല്ലാ ഹാവഭാവങ്ങളും നൃത്തങ്ങളും പേക്കൂത്തുകളും കൊട്ടും പാട്ടും ഇത് ആസ്വദിക്കാനും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരും കലവറയില്ലാതെ ഇറങ്ങി വരുന്ന രംഗങ്ങളാണ് നമുക്കുള്ളത്. ഓരോ ശിർക്കർ ഉത്സവം വരുമ്പോഴും ആ ഉത്സവത്തിലെ ആളുകൾക്കുള്ളതിനേക്കാൾ താല്പര്യത്തോടുകൂടി ചില ആളുകൾ കടന്നു വരും. റബ്ബിനോടല്ല അവർക്ക് കൂറ്, തൗഹീദല്ല അവർ നിലനിർത്തുന്നത്, അവർക്ക് ദുനിയാവിന്റെ നിലനിൽപ്പ്, എതിരാളികളുടെ കയ്യടി, അവരുടെ അംഗീകാരം. എല്ലാവരും എന്നെ ഒരു ശരിയായ ഒന്നിലും ഒരു തർക്കമില്ലാത്ത ഒരുത്തനായി കണ്ടാൽ അതൊരു യോഗ്യതയായി കണക്കാക്കുന്ന പലരുമുണ്ട്.